എല്ലാവർക്കും സത്സംഗ് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വീടിൻ്റെ ഓറ ശുദ്ധീകരിക്കുന്നതിനുള്ള ഓറ കൂട്ടാനുള്ള പ്രോസസ്സാണ്. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഓറ കൂട്ടാനും ഓറയിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഉള്ളൊരു പ്രോസസ്സാണ്. ഇത് ഏറ്റവും പവർഫുള്ളാണ്. ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. നമുക്കറിയാം, നമ്മളുടെ ഓറ നല്ലതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബ്ലോക്സുകളും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വരും. സ്പിരിച്വലായിട്ടും വരും, ഭൗതികമായിട്ടും വരും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ ഇത് നിങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഓറ പൂർണ്ണമായും നിങ്ങൾ തേജസ്സുള്ളൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ സഹായിക്കും. ആദ്യത്തേത് എന്ന് പറയുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പെന്ന് പറയുമ്പോൾ ഞാൻ റോക്ക് സോൾട്ട് അല്ല, സീ സോൾട്ടാണ് കല്ലുപ്പ്. അപ്പോൾ ഈ കുറച്ച് കല്ലുപ്പ് നിങ്ങൾ കുളിക്കുന്ന ബക്കറ്റിൽ എടുക്കുക. ഷവറിൽ കുളിക്കുന്നവരാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ മാസത്തിലൊരിക്കലും ഇത് ചെയ്താൽ മതി. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് കല്ലുപ്പിടുക. കുറച്ച് കല്ലുപ്പിട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുത്തിന് താഴോട്ട് നിങ്ങൾ സാധാരണ പോലെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം, സാധാരണ നമ്മൾ സോപ്പോ ഷവർ ജെല്ലോ ഒക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കഴുത്തിന് താഴോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുക. 5 മിനിറ്റ് നിൽക്കുമ്പോൾ ഈ ഉപ്പ് ശരീരത്തിൽ പിടിക്കുകയും ഈ ക്ലെൻസിങ് സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് പൂർണ്ണമായി നല്ല വൃത്തിയായിട്ട് കഴുകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും അലർജീസ് ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല. ഒരു കുഴപ്പം, സ്കിൻ അലർജീസോ സ്കിന്നിന് പ്രശ്നങ്ങളോ കല്ലുപ്പ് വെക്കുമ്പോൾ അലർജി ഉള്ളവരോ ഒന്നും ഇത് ചെയ്യാതിരിക്കുക. അല്ലാത്തുള്ള എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എർത്ത് എനർജി കളക്ഷൻ. നമ്മുടെ എർത്ത് എനർജി ആയിട്ട് പലർക്കും ഇപ്പോൾ കണക്ഷൻ ഇല്ല അല്ലേ? നമ്മൾ മുറ്റത്തിറങ്ങുന്നത് തന്നെ എല്ലാം കോൺക്രീറ്റാണ്, എല്ലാം ഇൻ്റർലോക്കാണ്. എർത്ത് എനർജി ആയിട്ടുള്ള കണക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മുറ്റത്ത് കുറച്ച് നേരം ഇറങ്ങി നടക്കുക, ചെരുപ്പില്ലാതെ നടക്കുക. മുറ്റം എന്ന് പറയുമ്പോൾ ഭൂമി, അതിപ്പോൾ ഗ്രാസ് പിടിച്ച് നിൽക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചെടികൾ, വളരെ ചെറിയ ചെടികളാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ പുറത്തൂടെ നടക്കാം. അതെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് അല്ലേ? അപ്പോൾ പ്രകൃതിയിൽ ചവിട്ടി നമ്മൾ നിൽക്കുമ്പോൾ, നടക്കണമെന്ന് തന്നെ ഇല്ല, കുറച്ച് നേരം നിൽക്കുക. അല്ലെങ്കിൽ ഒരു ചെയർ ഇട്ടിട്ട് കാൽപാദം തറയിൽ വെച്ചിട്ട് ഇരിക്കുമ്പോൾ എർത്തിങ് സംഭവിക്കും. എർത്ത് എനർജി നമ്മളിലേക്ക് വരും എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ എർത്ത് എനർജി നമ്മളുടെ ഓറയെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വളരെ പവർഫുള്ളാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ ഏത് മതമാണോ ആ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രങ്ങൾ നിങ്ങൾ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും ഒക്കെ ഇരിക്കുക. ഏറ്റവും നല്ലത് മുറ്റത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മന്ത്ര ഇൻഫ്യൂഷൻ ജലം. അതായത് നമ്മൾ കുളിക്കുന്നതിൻ്റെ, ഇതെല്ലാ ദിവസവും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ബക്കറ്റ് ആവശ്യമാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ തലവഴി വെള്ളം ഒഴിക്കുന്ന ആ ഒരു ബക്കറ്റ് വെള്ളം, ബാക്കി കുളിയെല്ലാം കഴിഞ്ഞിട്ട് തലയിൽ ഒഴിക്കുന്ന ആ ഒരു ബക്കറ്റ് വെള്ളം, അതിൽ ജസ്റ്റ് വളരെ ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൾ രണ്ടും ഇങ്ങനെ അതിൽ തൊടുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്പർശിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടമന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്യുക. മന്ത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര മന്ത്രം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ നാമം ചാൻറ്റ് ചെയ്യാം. മനസ്സിൽ ചാൻറ്റ് ചെയ്യാം, ഉറക്കെ ചാൻറ്റ് ചെയ്യാം. അത് ചാൻറ്റ് ചെയ്തതിന് ശേഷം, ചാൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി, നിങ്ങളിൽ നിന്നൊരു എനർജി അതിലേക്ക് ഇറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുക. എന്നിട്ട് അത് തലവഴി ഒഴിച്ച് കുളിക്കാം. അത് ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പോയി പോസിറ്റിവിറ്റി വരുന്നതായിട്ട്, ഓറയെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള സങ്കല്പമാണ് ഏറ്റവും വലിയ ശക്തി അല്ലേ? ഇമാജിനേഷൻ ഈസ് വെരി പവർഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്രെത്ത് വർക്കാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് നമ്മൾ ഡീപ്പ് ബ്രീതിങ് ചെയ്യത്തില്ലേ? ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരികയും ശ്വാസം വിടുമ്പോൾ വയറ് താഴ്ന്നു വരികയും ചെയ്യാം. ശ്വാസം എടുക്കുമ്പോൾ
നമ്മളിലേക്ക് ഒരുപാട് പ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ശ്വാസം വിടുമ്പോൾ ഈ ശ്വാസം ഒരു ബ്ലാക്ക്, ഒരു ചാര നിറത്തിലുള്ള ശ്വാസമായി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പോകുന്നതായിട്ട് കാണാം. ഇതൊരു 5 മിനിറ്റ് എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മളൊന്ന് ശുദ്ധീകരിക്കും, ശുദ്ധമാവും. വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന പ്രോസസ്സാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യവും പറഞ്ഞിട്ടില്ല. സോൾട്ട്, അതേപോലെ മന്ത്ര ഇൻഫ്യൂഷൻ ജലം, ഏർത്തിങ്, അതേപോലെ തന്നെ ബ്രീതിങ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഓറ ആയി മാറും നിങ്ങളുടേത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് തേജസ് നിങ്ങളുണ്ടാവും. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സൗണ്ട് ഹീലിംഗ്. അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ സൗണ്ട് ഹീലിങ്ങിൻ്റെ ഒരു ക്ലാസ് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ ചേരാവുന്നതാണ്. അപ്പോൾ സൗണ്ട് ഹീലിംഗ് വല്ലപ്പോഴും അറ്റൻഡ് ചെയ്യുന്നത് ഓറ പ്യൂരിഫൈ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.